നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓ, ആ ലളിതമ്മ ചേച്ചിയോട് പോവാൻ പറ. അവരെന്തെങ്കിലും ഏഷ്യന് പറയാനായിരിക്കും. നീ രൂപേഷിനെ വിട്ടുകൊടുക്കരുത്, മുഹൂർത്ത സമയത്താണെങ്കിലും ചെന്ന് ബഹളം വെക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ എരികേറ്റി വിട്ടത് അവര് തന്നെയാ. എടി ശ്രേ, നിന്റെ മനസ്സിലിരുത്ത് എനിക്ക് അറിയാം. ആ ടൈം ബോംബ് ഇരിക്കുന്നിടത്ത് എന്നെ എത്തിക്കാനാ നിന്റെ തിടുക്കോന്ന് എനിക്കറിയാം. ഞാൻ അവിടെ ഉണ്ടായാ നീയും അവിടെ കാണും. അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം. ആ, ദേ വരുന്നുണ്ടല്ലോ ചേച്ചി. ചേച്ചി പറഞ്ഞയാളെ ഞാൻ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളെ പാടായി. ഹലോ അമ്മേ. ഇല്ലമ്മേ, ഞാനിവിടെ സദ്യ വിളമ്പുന്നിടത്തുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും പോയി മാറി നിക്കരുതെന്ന്. ദേ വേഗം എന്റെ അടുത്തേക്ക് വന്നോണം. ശരി അമ്മേ. പവിയേട്ടാ. എന്നാ പിന്നെ ചേട്ടനകത്തേക്ക് കയറിയിരുന്നു. എന്താ? ദേ നിങ്ങളുടെ ആ ചേച്ചി പെണ്ണും പിള്ള കസേരയിൽ മലമലാന്നിരിക്കുക. മണ്ഡപത്തിലോട്ട് കേറുന്നില്ല. ചേച്ചിയെ കൂടി മണ്ഡപത്തിലോട്ട് കയറ്റി മുന്നിൽ നിർത്തണം. ചേച്ചിയല്ലേ എല്ലാം ചെയ്യേണ്ടത്. നിങ്ങൾ ചെന്നൊന്ന് പറ. പോ പവിയേട്ടാ. പവി, നീ ഇവിടെ നിൽക്കണ വാങ്ങിയോണ്ട്. അമ്മേ, എന്താ അമ്മേ വിളിച്ചത്? നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാനിങ്ങോട്ട് വാടി. എടുത്തി കുറച്ച് വെള്ളമെങ്കിലും എടുത്ത് കുടിക്കേ. വേണ്ട സുമംഗലെ, പറയുന്നു ഒന്ന് കേക്കണം. നീ വ്രതം എടുത്ത് കാണാനിരിക്കുന്നതേ രൂപേഷ് മോന്റെ കല്യാണമല്ലേ. വെള്ളം പോലും കുടിക്കാതിരുന്ന താലികെട്ട് കാണാൻ പറ്റുമോ? സാരമില്ല മുത്തശ്ശി, വാ. മീനാക്ഷിപുരത്ത് നിന്ന് അവരെല്ലാവരും ഒരു വണ്ടി പിടിച്ചാ വന്നേക്കുന്നത്. എല്ലാരും ഏട്ടത്തെ തിരക്കി. ശരി. ആ ചേച്ചി, കല്ലമ്പലത്തുനിന്ന് ആ ഷാജിയുടെ ഭാര്യ വീട്ടിൽ നിന്ന് ആകെ വന്നത് ആ പ്രീത മാത്രമാണ്. നമ്മൾ ഇവിടേക്ക് പോയി വിളിച്ചതല്ലേ. വരുന്നവര് വരട്ടെ. പവിയേട്ടൻ പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? ഞങ്ങളല്ലേ പോയി വിളിച്ചത്. അവർക്കെന്താ ഇത്ര തിരക്ക്? നമ്മളും തിരിച്ചങ്ങോട്ട് നോക്കിയും കണ്ടുമൊക്കെ നിന്നാ മതി. അല്ല, എന്തിനാ നമ്മൾ ബന്ധുക്കളെ പറയുന്നേ? നമ്മുടെ രഞ്ജിനി പോലും വന്നിട്ടില്ലല്ലോ. ഏട്ടത്തി എപ്പോഴും വിശ്വേട്ടന്റെ അനിയനാ, കുടുംബത്തിന്റെ നാഥനാണെന്നൊക്കെ പറയുമല്ലോ. എത്ര വഴക്കിട്ടായാലും പിണങ്ങിയാലും അവൾ ഈ കല്യാണത്തിന് മുൻപിൽ നിൽക്കേണ്ടതല്ലേ? നീ വരാത്തവരുടെ കണക്കെടുക്കാനാണോ കെട്ടുകാഴ്ച പോലെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുന്നത്? രഞ്ജിനി വരില്ല എന്നേ സുമംഗലെ വിളിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാരും ഒന്ന് ചേർന്ന് നിന്നേ. ഇനി എല്ലാരും ഒന്ന് ചിരിച്ചേ. ഈ ഫോട്ടോ എടുക്കലൊക്കെ പിന്നെ ആവല്ലോ. സമയമായി, വരണം. വാ 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 വാ. നീ ഭാഗത്തേക്ക് പോ.
മതിയോ? മതി. ഹലോ. എടി, എന്തെങ്കിലും പറഞ്ഞിട്ട് നീ ഒന്ന് വേഗം പുറത്തേക്ക് വാ. ഞാനിവിടെ വെളിയിൽ നിപ്പുണ്ട്. ആ ശരി. ജസ്റ്റ് സെക്കൻഡ്, ഇപ്പൊ വരാം. അതെ, ആ ദർശനയുടെ മുടി ഒരുമാതിരി പാറി പറന്ന് കിടക്കുവാ. അവളുടെ മുടി ബ്രൗൺ ഷെയ്ഡാ. അതൊന്ന് ബ്ലാക്ക് ആക്കണം. എന്നിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്യണം. എന്താ വീണ അത് നേരത്തെ പറയാതിരുന്നേ? ഞാനിതിപ്പോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വീണ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. വീണ തന്നെ ഇത് നേരിട്ട് പറഞ്ഞ വലിയ ഉപകാരമായിരിക്കും. രാവിലെ തന്നെ ഒരു ഉടക്ക് കഴിഞ്ഞിട്ടാ നിക്കുന്നേ. ആര് പറഞ്ഞിട്ടാ, ആര് വിളിച്ചിട്ടാ ഞാൻ വന്നേന്നൊക്കെയാ ചോദിക്കുന്നേ. വീണയാണോ അതോ ശ്രേയാണോ എന്നൊക്കെ ചോദിച്ചു. ഓ, അതൊന്നും നീ കാര്യമാക്കണ്ട. രൂപേഷിന്റെ പെണ്ണായിട്ട് അവൾ ഒരുങ്ങി ഇറങ്ങുമ്പോ അവള് നല്ല സുന്ദരിയായിരിക്കണം. ബേസിക്കലി അവൾക്ക് ആ ലുക്കൊന്നും ഇല്ല. കുറച്ചെങ്കിലും ഒന്ന് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. ആകെ അവൾക്കുള്ളത് കുറച്ചു മുടിയാ, പിന്നെ അടയ്ക്കാമരം പോലെ പൊക്കവും. ദേ, അവൾ എതിർക്കാനൊക്കെ നോക്കും. നീ അത് കാര്യമാക്കണ്ട. എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാനതൊന്ന് അവളോട് പറഞ്ഞിട്ട് പോവാം. പക്ഷേ നീ ഇപ്പോ എന്റെ കൂടെ വരണ്ട. ഞാൻ അവളോട് സംസാരിച്ച് ഇറങ്ങുമ്പോ നീ വന്നാ മതി. ഈ ഹെയർ സ്ട്രൈറ്ററെ നീ കയ്യിൽ വെച്ചോ. ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചെറിയൊരു സംശയം, അതാ ചോദിച്ചേ. നീ എന്തിനാ ആവശ്യമില്ലാത്തേക്ക് അന്വേഷിക്കുന്നേ? സ്റ്റെല്ല നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാലും അവൾക്ക് കൊടുത്തത് കൂടാതെ നിന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ടൊന്ന് കാണുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല. വീണ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. മുടി മൊത്തം കരിച്ചു കളനാണെങ്കിൽ അത് പറഞ്ഞാ മതി. വോൾട്ടേജ് ഹൈ ആക്കി വെച്ചാ മതി. നീ കരിക്കുന്നെങ്കിൽ കരിച്ചോ. പക്ഷേ ഞാനൊരു ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടിട്ടാ തരുന്നത്. അയ്യോ, അപ്പൊ പിടിക്കുന്ന എനിക്ക് ഷോക്ക് അടിക്കില്ലേ? ഇല്ലെന്നേ, അതിന്റെ ഹാൻഡിലൊന്നും ഒരു കുഴപ്പമില്ല. നീ ഒക്കേഷണലി സ്ട്രെയിറ്റൻ ചെയ്താ മതി. ഷോക്ക് അടിക്കുമ്പോ അവള് നിലവിളിക്കും. അപ്പൊ നീ അവളുടെ മുടി പൊക്കി കഴുത്തിന് പിന്നാലെ അമർത്തി പിടിക്കണം. അപ്പൊ അവക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ കുടുങ്ങില്ലേ? മാത്രല്ല, അവൾക്ക് ഷോക്ക് അടിച്ച ആ നിമിഷം മരണവെപ്രാളത്തില് എന്നെ കയറി പിടിച്ച എനിക്ക് ഷോക്ക് അടിക്കും. നീ ഇങ്ങനെ പേടിച്ചാലോ? ഒന്ന് കരുതി നിന്നാ മതി. പിന്നെ നിനക്ക് ഞാൻ തരാൻ പോകുന്നത് 1,00,000 രൂപയാ. നീ ഓൾറെഡി ചപ്പലിട്ടിരിക്കല്ലേ? ചപ്പലിട്ടാ നിനക്കൊന്നും സംഭവിക്കില്ല.